അനുരഞ്ജന ശ്രമങ്ങൾക്ക് യാക്കോബായ സഭ എന്നും തയ്യാർ. ഒരു നൂറ്റാണ്ടിലേറെയായി തുടർന്നു വരുന്ന ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള സഭാ കേസിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധിയാണ് 2017 ജൂലൈ 3 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. KS വർഗീസ് വേഴ്സസ് സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് കോലഞ്ചേരിയുമായി ബന്ധപ്പെട്ട ഈ വിധി പ്രസ്താവന നടത്തിയത് ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് അമിതാഭ് റോയ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ്. നാം ഏവരും മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ വസ്തുത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രസ്താവന നടത്തിയത് മേൽപ്പറഞ്ഞ കേസിൽ 3 പള്ളികളുടെ കാര്യത്തിലാണ്. അവ ഇനി പറയുന്നവയാണ്: 1 കോലഞ്ചേരി സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് പള്ളി, 2 മണ്ണത്തൂർ സെയിന്റ് ജോർജ് പള്ളി, 3 വരിക്കോലി സെയിന്റ് മേരീസ് പള്ളി. ഈ 3 പള്ളികൾക്ക് വേണ്ടി മാത്രമാണ് 2017 ജൂലൈ 3 വിധി ബാധകമായിട്ടുള്ളത്. എന്നാൽ ഓർത്തഡോക്സ് പക്ഷം തങ്ങളുടെ മണി പവറും മസിൽ പവറും ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട കോടതികളെയും ഭരണകൂടത്തെയും അടക്കം തെറ്റിദ്ധരിപ്പിച്ച് ഇരുവിഭാഗങ്ങളുടെയും കീഴിലുള്ള 1064 പള്ളികളും 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം, മാതൃസഭയായ യാക്കോബായ സഭ എന്നൊന്നില്ല, സകല പള്ളികളും ഓർത്തഡോക്സ് പക്ഷത്തിന് പിടിച്ചു കൊടുക്കണം, വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് കീഴ്ക്കോടതികളിൽ ഇവർ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. സ്വന്തമായി പൈതൃകമായി ചിരട്ടക്കരി മാത്രമുണ്ടായിരുന്നവർ, അന്ത്യോക്യൻ പാരമ്പര്യം കടം കൊണ്ടവർ, തക്സയും കാസയും പീലാസയും മറുഭാസയും സുറിയാനി ഭാഷയും എന്തിന് വേഷവിധാനങ്ങളും പിതാക്കന്മാരുടെ പേരുകളടക്കം കടം കൊണ്ടവർ, സ്വന്തം ഭരണഘടനയിൽ പോലും സഭയുടെ അധ്യക്ഷൻ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആണെന്നും പറയുന്നവരാണ്. വൈദേശികമായതൊന്നും വേണ്ട എന്നും പറഞ്ഞ് കഞ്ഞിക്കുഴിയിൽ ആസ്ഥാനം തുടങ്ങി മനോരമയുടെയും മൊത്തമൂറ്റിൻ്റെയും ഒക്കെ സഹായത്താൽ പിൻബലത്തിൽ ഈ വിധി സമ്പാദിച്ചെടുത്തത്. അതിൻ്റെ എല്ലാം പിന്നാമ്പുറക്കഥകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു, നാം എല്ലാം അറിയേണ്ടിയിരിക്കുന്നു. സമാധാനകാംക്ഷികളായ യാക്കോബായ സഭാമക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടത്തെ ഉപയോഗിച്ച് ഇവർ അവരുടെ 52 പള്ളികൾ ഓർത്തഡോക്സ് പക്ഷം ഇതുവരെ പിടിച്ചെടുത്തു. 6 പള്ളികളുടെ കേസിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇനിയും 250-ലധികം യാക്കോബായ സഭയുടെ പള്ളികൾ മണ്ണർകാടും കോതമംഗലും അടക്കം പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഓർത്തഡോക്സ് പക്ഷം കോടതിയെയും സർക്കാരിനെയും സമീപിച്ചിരിക്കുന്നത്. സഹോദര സഭയുടെ അവരുടെ വിശ്വാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികൾ പിടിച്ചുപറിച്ചു നൽകണം എന്നും പറഞ്ഞാണ് ഈ കലാപമെല്ലാം ഓർത്തഡോക്സ് സഭ നടത്തുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ജസ്റ്റിസ് അരുൺ മിശ്രയുടെ പക്കൽ നിന്നും വന്ന ആ വീഴ്ച അദ്ദേഹത്തിന്റെ പിൻഗാമിക്ക് മനസ്സിലായി എന്ന് വ്യക്തമാണ്. സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇതൊരു ഓർഗനൈസ്ഡ് റിയൽ എസ്റ്റേറ്റ് സ്കാമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിധിയിൽ നിന്നും വ്യക്തം. പോലീസിനെയും സർക്കാരിനെയും ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പള്ളി പിടിച്ചു പറിക്കുവാനുള്ള ഒരു സംഘം മാഫിയകളുടെ കളിയാണ് ഇതെന്ന് മനസ്സിലാക്കിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഈ ചരിത്രപരമായ വിധി പ്രസ്താവിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ സഭാതർക്കം ശാശ്വതമായി സമാധാനപരമായി പരിഹരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. മധ്യസ്ഥത വഹിക്കുവാനുള്ള വി ഡി സതീശൻ സർക്കാരിന്റെ ആ സന്നദ്ധതയെ പോലും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ശ്ലാഘിക്കുകയുണ്ടായി. തർക്കമുള്ളയിടത്ത് ജനഹിത പരിശോധന നടത്തണമെന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ ആ ഭരണഘടനാ പരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടും സർക്കാരിന്റെ മേശപ്പുറത്ത് ഇപ്പോഴും പൊടിപിടിച്ച് കിടപ്പുണ്ട്. 1000 യാക്കോബായ സഭാംഗങ്ങൾ ഉള്ളിടത്ത് 20 ഓർത്തഡോക്സ് അംഗങ്ങൾ ഉള്ള പള്ളികൾ പോലും പിടിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിലെ ലോജിക് സകലർക്കും മനസ്സിലായി. ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ഒഴിച്ച് മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ബഹുമാനപ്പെട്ട കോടതികൾ കാത്തിരിക്കുന്നു, സർക്കാർ കാത്തിരിക്കുന്നു, ഇരുവിഭാഗങ്ങളിലെയും സമാധാനകാംക്ഷികളായ വിശ്വാസികൾ കാത്തിരിക്കുന്നു. ഇതിന് വിഘാതം നിൽക്കുന്നവർ ഈ കേസുകളുടെ മറവിൽ കോടുകൾ തട്ടുന്നവരാണ് എന്ന് വിശ്വാസ സമൂഹം തിരിച്ചറിയണം. കഴിഞ്ഞ 100 വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് കോടികളാണ് സഭാ കേസിന്റെ പേരിൽ ഇരുപക്ഷവും ചിലവഴിച്ചിരിക്കുന്നത്. ഇനിയും കേസുകളും വ്യവഹാരങ്ങളും നടത്തി എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുവാൻ തയ്യാറാകാത്ത, വിശുദ്ധ വേദപുസ്തക വചനങ്ങളെ പാലിക്കാത്ത, കോടതികളെയും വക്കീലന്മാരെയും മാത്രം ആശ്രയിച്ച് നടക്കുന്ന ഓർത്തഡോക്സ് സഭയെ ലോകം തിരിച്ചറിയും എന്ന് മനസ്സിലാക്കുക. ഇന്നലെ വന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ മീഡിയ സെൽ ചെയർമാനും തിരുവനന്തപുരം മേഖലാ മെത്രാപ്പൊലീത്തയുമായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസിന്റെ വാക്കുകൾ കേൾക്കുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു വിധിയാണ്
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് ദൈവത്തെ അനവരതമായി മഹത്വപ്പെടുത്തുകയും കൂടുതൽ വിനയത്തോടെ ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു ചെല്ലുകയും ചെയ്യാം. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ പ്രാർത്ഥനയും നമ്മുടെ ശ്രേഷ്ഠ ബാവായുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഈ കേസുകളുടെ നടത്തിപ്പും എല്ലാം വന്നപ്പോൾ ദൈവജനത്തിൻ്റെ കണ്ണുനീരും എല്ലാം ദൈവം കണ്ട് ഇന്ന് നമുക്കിങ്ങനെ ഒരു വിധി ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ വിധിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഏറ്റവും പരമപ്രധാനമായ 3 കാര്യങ്ങളെന്ന് പറയുന്നത് 2017 ജൂലൈ 3-ാം തീയതിയിലെ വിധി അത് 3 പള്ളികളെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. അതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞത്. ഇത് 3 പള്ളികളെ സംബന്ധിച്ചുള്ള വിധിയാണ് എന്നുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് പള്ളികൾ പിടിച്ചെടുക്കാൻ പറ്റുമോ? പോലീസിന് അത് ബലപ്രയോഗത്തിലൂടെ പള്ളികൾ പിടിച്ചെടുക്കാൻ പറ്റുമോ? ഈ വിധി മറ്റ് എല്ലാ പള്ളികൾക്കും ബാധകമാണോ? ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ളതായ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങൾ, ഇങ്ങനെ 3 കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത് 2017 വിധിയുടെ ഡിക്രി ബാധകമായിരിക്കുന്നത് ഈ 3 പള്ളികളിലെ അവിടുത്തെ ഇടവകക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ വിധിയുടെ വെളിച്ചത്തിൽ ഒരു സിവിൽ പ്രൊസീജിയർ പൂർത്തിയാക്കാതെ മറ്റ് പള്ളികൾ പിടിച്ചെടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പോലീസിന് പള്ളികൾ പിടിച്ചെടുക്കുവാനായിട്ട് അധികാരം ഇല്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പള്ളിയുടെ സ്വത്തുക്കൾ, പള്ളിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇവയെല്ലാം സിവിൽ പ്രൊസീജിയറിലൂടെ മാത്രം ആ കാര്യങ്ങളെ സമീപിക്കാവൂ. അതല്ലാതെ ഈ 17 വിധിയുടെ വെളിച്ചത്തിൽ ചെന്ന് ഒരു പള്ളി ഏറ്റെടുക്കുവാനോ അതിൻ്റെ സ്വത്തുക്കൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് ഈ കാര്യത്തിലുള്ള ഇടപെടുവാനുള്ള അധികാരം. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആണ് ഈ ഇപ്പോഴത്തെ കേസിൻ്റെ തുടക്കം. 6 പള്ളികൾ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ പള്ളികൾ പോലീസ് പിടിച്ചെടുത്ത് കൈമാറണമെന്നുള്ളതായ ഒരു വിധിയുണ്ടായപ്പോൾ കേരള ഹൈക്കോടതി അന്ന് ബഹുമാനപ്പെട്ടത് ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞപ്പോൾ, അതിന് പരിമിതികൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മുടെ തൃശ്ശൂർ അതുപോലെ എറണാകുളം ജില്ലാ കളക്ടർമാരെയും പോലീസ് സൂപ്രണ്ടുമാരെയും പ്രതിയാക്കിക്കൊണ്ട് കണ്ടംപ്റ്റ് കേസ് അത് എടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഈ കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് വിധിയെയും അതിനെതിരായിട്ട് സുപ്രീം കോടതിയെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും സഭയും സമീപിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ വിധി വന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ളതായ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുക്കുകയും ഇതിന് ഗവൺമെൻറ് മധ്യസ്ഥ ശ്രമങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കോടതി പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് മതപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് ഇടപെടുവാൻ പരിമിതികളുണ്ട്. എന്നാൽ ഒരു ക്രമസമാധാന പ്രശ്നമോ സാമൂഹിക വിഷയമോ അത് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഇതിനകത്ത് മധ്യസ്ഥ ശ്രമമോ അനുരഞ്ജന ശ്രമമോ അതല്ലെങ്കിൽ നിയമനിർമ്മാണമോ നടത്തുവാൻ അധികാരമുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കോടതി ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമല്ല. 2017 വിധിയുടെ 127ാമത്തെ ഖണ്ഡികയിൽ ഗവൺമെൻറ്റിനുള്ള ഈ അധികാരത്തെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്.
ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് വിഭാഗം ചെയ്യേണ്ടത്, മറുവിഭാഗം ഇപ്പോൾ ചെയ്യേണ്ടത്, ഈ അന്യായമായി പിടിച്ചുകൊണ്ടു പോയ യാക്കോബായ സഭയുടെ ദേവാലയങ്ങൾ തിരികെ നൽകുവാൻ സഖായി പറഞ്ഞതുപോലെ ഞാൻ ആരിൽ നിന്നെങ്കിലും അന്യായമായി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1-ന് 4 വിധമായി തിരികെ കൊടുക്കുന്നുള്ള ഒരു സമീപനമാണ് എടുക്കേണ്ടത്. എന്താണെങ്കിലും ഈ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 100 വർഷത്തിലേറെ ആയി പഴക്കമുള്ള ഈ സംഘർഷം, അനേക കോടതി വിധികൾ വന്നിട്ടും തീരാത്ത സംഘർഷം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അത് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെയോ നിയമനിർമ്മാണത്തിലൂടെയോ അത് തീർക്കുവാൻ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ സഭ എന്നും അനുരഞ്ജന ശ്രമങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകിയിട്ടുണ്ട്. മറുവിഭാഗവും ഈ സാഹചര്യം വളരെ ഉത്തരവാദിത്വപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ സഭാ നേതൃത്വം സഹകരിച്ച് 1 നൂറ്റാണ്ടിലേറെയായുള്ളതായ സഭാതർക്കം പരിഹരിക്കുവാൻ അവർ സന്നദ്ധമാകുന്നു എന്നുള്ളതായ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്താണെങ്കിലും കോടതി വിധിയെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ സ്വാഗതം ചെയ്യുകയും നീതിപൂർവവും സമാധാനപൂർണവും ആയി ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രമങ്ങളോടും പരിശുദ്ധ സഭയുടെ എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ശ്രേഷ്ഠ ബാവായിക്കും പരിശുദ്ധ സഭയുടെ ഭാരവാഹികളോടും സഭയ്ക്കും വേണ്ടി ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഭാ കേസ് രമ്യമായി പരിഹരിക്കുവാൻ സമാധാന ശ്രമങ്ങൾ നടത്തുന്നവർക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും. ലോകമെമ്പാടുമുള്ള സകല ക്രൈസ്തവ സഭകളും ഒരു കുടക്കീഴിലാകുന്ന ആ നല്ല നാളേക്കായി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.